അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു മൺചട്ടിയിലാണ് ബിരിയാണി വയ്ക്കാൻ പോകുന്നത്. അതിനുള്ള ചട്ടിയാണ് ഇത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ചിക്കൻ, ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കൻ കഴുകി വൃത്തിയാക്കി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, കുരുമുളക് പൊടി, നാരങ്ങ നീര് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വൈനയില ഉണക്കിയത്, ചിക്കൻ സ്റ്റോക്ക്, പച്ചമുളക് ഗ്രൈൻഡ് ചെയ്തത്, 2 തക്കാളി ഗ്രൈൻഡ് ചെയ്തത്, കൈമ റൈസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത് ക്യാപ്സിക്കം, ഇത് 3 സവാള ചെറുതായി അരിഞ്ഞത്, പുതിനയില, മല്ലിയില, പട്ട, 2 പീസ് ചെറിയ പട്ട, 2 തക്കോലം, അല്പം വലിയ ജീരകം, 3 ഏലക്ക. അടുത്തതായി അടുപ്പ് കത്തിച്ചിട്ട് വലിയൊരു മൺകലം, ഈ മൺചട്ടിയിലാണ് ഞാനിന്ന് ബിരിയാണി വയ്ക്കുന്നത്. ചട്ടി ചൂടായിട്ട് എണ്ണയും നെയ്യും കൂടി ഒഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. അതിനോടൊപ്പം തന്നെ 2 സ്പൂൺ നെയ്യും കൂടി ചേർക്കണം. അടുത്തതായി പട്ട, പെരുംജീരകം, ഏലക്ക ഇത് നെയ്യിലേക്ക് ഇടും. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ലീഫ് കൂടി അതിലേക്ക്. ചൂടായ എണ്ണയിലേക്ക് പട്ട, പെരുംജീരകം, ഏലക്ക ഇട്ട് മൂത്തതിന് ശേഷം അതിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് ഇട്ട് വറുത്തെടുക്കാം. രണ്ട് സവാള ഉണ്ടല്ലോ, 3 സവാള അരിഞ്ഞതാണ്. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഇതിലേക്കിടാം. അടുത്തതായി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. അതിനോടൊപ്പം തന്നെ 2 ചിക്കൻ സ്റ്റോക്കും 2 സ്പൂൺ തൈരും ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് മിക്സ് ചെയ്യുന്ന ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ചെറു തീയിൽ വെച്ച് വേണം വേവിക്കാൻ. വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിക്കാം. ഇതിനിടയിൽ ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തു, അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തു. അല്ലെങ്കിൽ മൺചട്ടിയല്ലേ, നമുക്ക് 8ൻ്റെ പണി ചിലപ്പോൾ കിട്ടും. അതുകൊണ്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഇനി അടുത്തത് തക്കാളി അരച്ചത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ കിടന്ന് വേണം. അരി ഇടുന്നതിന് ആവശ്യമായ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ്. 1 കിലോ അരിയാണ് എടുത്തത്. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഉള്ളത്
സാമ്പാറും ചോറും വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.